Hi dears, welcome back to our family. അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണ്, രാവിലെ ഉറക്കം കഴിഞ്ഞുള്ളൂ. നമ്മൾ എൻ്റെ ഡെലിവറിക്ക് മുമ്പാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുള്ളത്, പിന്നെ ചെയ്തിട്ടേ ഇല്ല. സോ ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോകുൽ നല്ല ഉറക്കമാണ്, അതാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എണീറ്റിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി മോഷൻ പോയിട്ടുണ്ട്. സോ അവനെ ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ എനിക്ക് പല്ലൊക്കെ തേക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ബേബി? കുറേ പരിപാടി ഉണ്ടെന്ന്, അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. രാവിലെ കിച്ചണിൽ ചെന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തപ്പോഴത്തേനും ജാനിമോൾ ഓടി വന്നു. ഞാൻ കാശി ബേബിക്ക് എടുക്കുമ്പോഴെല്ലാം അവളും വരാറുണ്ട്. ഞാൻ 2 ഇഡ്ഡലിയും പിന്നെ കുറച്ച് പംകിൻ ഇതുണ്ടല്ലോ സ്റ്റീം ചെയ്തതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പേർക്കും കൂടെ ഞാൻ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും കാശി ബേബിക്ക് എടുക്കുമ്പോൾ ജാനിമോൾ ഓടി വരും. ജാനിമോൾക്ക് എന്തെങ്കിലും എടുക്കുമ്പോൾ ചേച്ചി അതുപോലെ തന്നെ കാശിക്കുട്ടിന് കൊടുക്കാറുണ്ട്. സോ നമുക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ല കേട്ടോ. 2 പേരും ഞങ്ങളുടെ കുട്ടികൾ, അങ്ങനെയാണ് ഞങ്ങൾ കാണാറുള്ളത്. സോ അതിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ. ഇപ്പം ഞാൻ ഇഡ്ഡലി എടുത്തിട്ട് ഇഡ്ഡലിക്കകത്ത് നന്നായിട്ട് വെജിറ്റബിൾസ് വെച്ച് നന്നായിട്ട് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ബേബിക്ക് ഞാൻ വെള്ളം കൊടുക്കുന്നത് ഇങ്ങനെ ഗ്ലാസ്സിൽ കൊടുക്കാൻ ചെറുതിലോട്ടിട്ട് വെള്ളം നമ്മൾ 6 മാസത്തിൽ ചോറ് കൊടുത്തപ്പോൾ തൊട്ടിട്ട് വെള്ളം ഇങ്ങനെ ഗ്ലാസ്സിൽ കൊടുക്കാൻ ശീലിപ്പിച്ചു കേട്ടോ. കാര്യം ഇതിങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം എപ്പോഴും ഫീഡിങ് ബോട്ടിൽ തന്നെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ കുറച്ചും കൂടെ ആകുമ്പോഴത്തേന് ഇതുപോലെ ഗ്ലാസ്സിൽ കുടിക്കും കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും. സോ അതുകൊണ്ടിട്ട് ഞാൻ ഗ്ലാസ്സിലാണ് കൊടുക്കാറുള്ളത്. പിന്നെ എനിക്ക് ഒരു 1.5 വാവയ്ക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ഇഡ്ഡലിയും കൂടി എടുത്തു. അതിന് കൂട്ടത്തിൽ നിറയെ സാമ്പാർ ഒഴിച്ചിട്ട് ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ അധികം കഴിക്കില്ല. കാര്യം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വണ്ണം കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിക്കൻ കഴിപ്പാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതേണ്ടേ ഗോകു ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കന്യാകുമാരി പോയിട്ട് വന്നതിൻ്റെ പിറ്റേന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ അതുകൊണ്ടിട്ട് എന്നെ പോയിട്ട് വന്നിട്ടുള്ളതും വാഷ് ചെയ്തതും എല്ലാം കൂടെ മഴ ആയതുകൊണ്ടിട്ട് ഭയങ്കര മെനക്കേടായിരുന്നു. എല്ലാം കൂടെ നിറയെ തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാൻ. എനിക്ക് ഒരു ശീലമുണ്ട്, ജസ്റ്റ് ഞാൻ ആ കബോർഡിനകത്ത് എല്ലാം മടക്കി വെച്ചാൽ കൂടിയിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഇളകിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം വാരി പുറത്തിട്ടിട്ട് പിന്നെ ഒന്നേ നടുക്കി വെക്കും. അതെന്താണെന്ന് അറിയാൻ വയ്യ, ഭയങ്കര വൃത്തിയുടെ സ്വഭാവമാണ് കേട്ടോ അത്. കണ്ടോ, ഇതെല്ലാം എൻ്റെ ഡ്രസ്സുകളാണ്, പുതിയതും പഴയതും എല്ലാം ഉണ്ട്. എനിക്കൊന്നും പഴയതായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല, എല്ലാം ഞാൻ സൂക്ഷിക്കാറുണ്ട്. സോ എല്ലാം ഞാൻ ഒരിടത്തിട്ട് ഇതിന് ബ്ലൗസാണ് കേട്ടോ. എനിക്ക് എത്തത്തില്ല, എനിക്ക് നീളമില്ലാത്തതുകൊണ്ടിട്ട് അങ്ങോട്ട് എത്തില്ല. അതുകൊണ്ട് ഞാൻ ബ്ലൗസ് മാത്രം ഇങ്ങനെ കുത്തിക്കറ്റി വെക്കും. ബാക്കിയെല്ലാം ഞാൻ നീറ്റായിട്ട് അടുക്കി പറക്കി മടക്കി വെക്കും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഗോകു എണീറ്റു. അവന് കട്ടൻ കാപ്പി ഇഷ്ടമാണ്, കട്ടൻ കാപ്പിയാണ് കുടിക്കാറുള്ളത്. സോ ഞാൻ അവന് കട്ടൻ കാപ്പി ഇട്ടു. കട്ടൻ കാപ്പി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ബാലൻസ് ഉണ്ടായിരുന്ന കട്ടൻ കാപ്പി ഞാനും എടുത്തു. ഞാൻ കുടിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് സംഭവം കൊള്ളില്ല കേട്ടോ. മധുരം കുറവായിരുന്നു, അതുപോലെ തന്നെ കടുപ്പവും കുറവായിരുന്നു. എനിക്കിഷ്ടമായില്ല. പിന്നെ ഗോകുൽ എന്നെ ഒന്നും പറയാറില്ല, പാവം എൻ്റെ കെട്ടിയോൻ. അതുകൊണ്ടിട്ട് അവ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ബേബിക്കുള്ള കുറുക്കാക്കുകയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചാണ് കേട്ടോ. ഞാൻ ബേബീൻ്റെ ഫുഡിൻ്റെ അത് പിന്നെ ഞാൻ ആഡ് ചെയ്യുക, അതുകൊണ്ടിട്ട് ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ ബേബിക്കുള്ള കുറുക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബിക്ക് ഞാൻ ഏകദേശം ഒരു 6-7 കുറുക്കുകൾ കൊടുക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഇതിപ്പം ഞാൻ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് പനങ്കൽക്കണ്ടും കൂടെ ചേർത്തിട്ടാണ് കുറുക്കാക്കാറുള്ളത്. അത് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്നിട്ട് കുറുക്കാക്കി തണുപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേലും വേണ്ട വീട്ടിലെ 3 ബേബീസും എൻ്റെ ബേബിയും കൂടി ഇട്ടിരുന്നിട്ട് കളിയാണ്. ഗോകുല് പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണോ. കാര്യം എനിക്ക് കുറച്ച് പണിയുള്ളത് കൊണ്ടിട്ട് ഞാൻ ഗോകുവിനെ ഏൽപ്പിച്ചു. ചേച്ചിയും കിച്ചണിലായിരുന്നു. വീട്ടിൽ അമ്മ പോയതുകൊണ്ടിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അമ്മാമ്മ ഒരു മരണം ഉണ്ടായിരുന്നു, അമ്മാമ്മയും വല്യമ്മിച്ചും അവിടെ പോയി. അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കുറുക്കെടുത്തപ്പോഴത്തേന് ജാനുമോള് കണ്ട, ഞാൻ എന്തെടുത്താലും അന്നേരം എൻ്റെ കൊച്ചു ഓടി വരും. രസമാണ്. പക്ഷേ നമുക്കങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല, നമ്മുടെ മക്കളാണ് കേട്ടോ.
പിന്നെ ഗോകുൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റൂമൊക്കെ നീറ്റാക്കി. ഈ ബെഡ് പിടിച്ചിടാനായിട്ട് ഭയങ്കര പാടാണ്, ബെഡിൽ ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഞാൻ ഗോകുവിനെ വിളിച്ചത്. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. കാര്യം ഞങ്ങൾ ഈവനിങ് എറണാകുളത്തേക്ക് പോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ബാഗിൻ്റെ അകത്ത് ബാക്കിയുള്ള തുണികളെല്ലാം വെച്ചു, ബാക്കിയെല്ലാം നീറ്റാക്കി. പിന്നെ ഈ പെയിൻറ്റ് പൊളിഞ്ഞിളകുന്നുണ്ടല്ലോ, അതിപ്പോൾ കുറച്ച് നാൾ കൊണ്ടിട്ട് ഇങ്ങനെ പെയിൻറ്റ് പൊളിഞ്ഞിളകുന്നു. ഞാൻ വെച്ച് കുറച്ച് നാളോട് കഴിഞ്ഞിട്ട് ഞാൻ ഗോഗോ ഒന്ന് പോയിട്ട് വന്നതിന് ശേഷം ഒന്ന് പുട്ടിയിട്ട് റൂമൊന്ന് പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എല്ലാം നീറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേൻ്റെ കാശി ബേബിയുടെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പൂപ്പൽ പിടിക്കും. മഴ ആയതുകൊണ്ടിട്ട് തണുപ്പായതുകൊണ്ട് അങ്ങനെ ഒരു മെനക്കേറുണ്ട്. അങ്ങനെ അത് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബേബിക്ക് കുറച്ച് ചോറും കുറച്ച് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്ത് അത് രണ്ടുകൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ജോലികളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഡ്രസ്സ് വാഷ് ചെയ്യാൻ ബേബീൻ്റെ ഡ്രസ്സൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടത്തില്ല. മുന്നേ ആയിരുന്നപ്പോൾ അമ്മയായിരുന്നു എല്ലാം അലക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പണി തന്നെ ആയിട്ടുണ്ട്. സോ വാവേൻ്റെ കുറേ ഡ്രസ്സ് ഉണ്ടാകും. കാര്യം മഴ ആയതുകൊണ്ടിട്ട് എല്ലാം അങ്ങ് ഒരു പൂത്ത മണവും പൂപ്പലും ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ എല്ലാം ഞാൻ പറക്കിയിട്ടിട്ട് എല്ലാം അങ്ങ് കഴുകിയിട്ട് എല്ലാം ഒരുവിധം പൂപ്പൽ. എനിക്ക് കോപ്പിറൈറ്റ് വാങ്ങി തരുവൻ. അതെ, ഒരു വീഡിയോയ്ക്ക് സ്ട്രൈക്ക് വീണിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫോട്ടോഗ്രാഫ് ഇട്ടത്, അതിനകത്ത് ഈ കാശിക്കുട്ടൻ്റെ ഡ്രസ്സില്ലാത്ത ഡ്രസ്സുണ്ട്, മുകളിലേക്ക് ഉടുപ്പിട്ടിട്ടില്ലായിരുന്നു, അതിന് സ്ട്രൈക്ക് കിട്ടി. അങ്ങനെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആവുന്നത്. ഈ ചരടിൻ്റെ വീഡിയോക്കൊക്കെ ഒരുപാട് പേർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്, ന്യൂഡിറ്റി എന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും എന്താണല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം അപ്പോൾ എല്ലാം കഴിഞ്ഞു, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഈ ലിപ്സ്റ്റിക് ഒന്നും ഞാൻ വീട്ടിലോട്ട് നിൽക്കാറില്ല. എൻ്റെ അമ്മയുടെ പ്രത്യേക റിക്വസ്റ്റാണ്, ഒരുങ്ങിട്ടേ നീ ഒരേ റേറ്റാണ്. പ്രത്യേക റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലങ്ങനെ ഒരുങ്ങത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാ മുടി വാരി കെട്ടി വെച്ച് വെറുതെ നിൽക്കത്തുള്ളൂ. എല്ലാവരും നിൽക്കുന്ന കണക്ക് തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ ഒരുക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്താടാ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്? അവൻ എന്നെ കളിയാക്കുന്നു. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതിന്ന് പോസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഫുഡ് കഴിക്കണം, ബേബീൻ്റെ ഫുഡൊക്കെ കൊടുത്തു. ഇനി അവനെ ഒന്ന് കുളിപ്പിക്കണം. പിന്നെ വൈകുന്നേരം ചേച്ചീൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് പോകണം. അപ്പം നമുക്ക് അതൊക്കെ അത് കാണാം. മിക്കവാറും ഞാൻ ഇന്ന് അതെല്ലാം കൂടെ ഒരു വ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കില്ല, ബിക്കോസ് തിരക്കായിരിക്കും. അപ്പം ശരി, കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റർ. ഞാൻ ഒരുവിധം എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, പക്ഷേ ആ ഒരു കമൻറ്റ് ദേവിയെ കാണാറില്ല. ഇത് എൻ്റെ അനിയത്തിയാണ്, ദേവിദാസ് എന്നാണ് പേര്. PhD പ്രിപ്പയർ ചെയ്യാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ദേവിയുടെ ഡീറ്റെയിൽസ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാ പറഞ്ഞത്. ഞങ്ങൾ എൻ്റെ വല്യമ്മച്ചിയുടെ മോളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ ഇറങ്ങുകയാണ്. എല്ലാവരും 2 ഓട്ടോയിലായിട്ടാണ് കേട്ടോ പോയത്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തലേ ദിവസം കന്യാകുമാരി പോയിട്ട് വന്നപ്പോൾ ഒരു ടോയ് മേടിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്കാണ് ജ്വല്ലറിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ ഓഡിറ്റോറിയത്തിലെത്തി. ഇത് ചേട്ടൻ്റെ ബ്രദറാണ് കേട്ടോ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ്. ഞങ്ങൾ ഒരേ ഏജാണ്, പക്ഷേ എൻ്റെ ചേട്ടനാണെന്ന് തോന്നും, എന്നാലും കുഴപ്പമില്ല. ഇത് എൻ്റെ വല്യമ്മച്ചിയുടെ മോളാണ്, അമ്മയുടെ 2ാമത്തെ ചേച്ചിയുടെ മോളും മരുമോനും കുട്ടിയാണ്. മൂത്തൊരു മോനും ഉണ്ടോ. ഇവരൊന്നും ഞാൻ അധികം വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഇത് കണക്ക് ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് കാണുന്നത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. നമ്മുടെ ഫാമിലി ഫുള്ളായിട്ടാണ് ഇരുന്നത്. അമ്മാമ്മ, ഇതെൻ്റെ വല്യമ്മച്ചി, അത് ചേട്ടത്തി, ചേട്ടൻ, അവരുടെ മക്കൾ, ഇത് എൻ്റെ സിസ്റ്റർ. ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ടാറ്റ ബൈ ബൈ പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.